ഹലോ ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ ഞാനിന്ന് ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടോ. കാരണം എന്താ വെച്ചാൽ എന്തോ സാധനം വന്നിട്ടുണ്ട്. നമുക്ക് ഒരു ന്യൂ എന്താ അപ്പോൾ എന്തോ പാർസൽ വന്നിട്ടുണ്ട്. നിങ്ങളാണ് ഫസ്റ്റ് ഇത് കാണുന്ന ആൾക്കാർ. അപ്പോൾ ഗായ്സ്, today I'm planning to do a lengthy vlog. എന്താന്ന് വെച്ചാൽ സോറി ഗൈസ്, കുറച്ച് കാര്യങ്ങൾ ക്ലീൻ ആക്കാനൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇന്നലെ നമ്മൾ ലൂട്ടണിൽ പോയി നമ്മുടെ ഫ്രണ്ട് ഷെമിക്കും അജോസിക്കും ബേബി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ബേബീനെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ലൂട്ടണിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്. അത് കഴിഞ്ഞ് എണീറ്റപ്പോഴത്തേക്കിനും ഇപ്പോൾ കുറച്ച് ലേറ്റായി. സംതിങ് ഫോർ ഹിസ് കാർ ആസ് ഓൾവേസ്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ മെസ്റ്റപ്പായിട്ട് കിടക്കുകയാണ്. ആ ഒരു ഏരിയ ഒക്കെ എനിക്ക് ക്ലീൻ ആക്കാനുള്ളതാണ്. എല്ലാ കാര്യങ്ങളും ചെയ്യാം. കുറച്ച് ഫുഡ് ഉണ്ടാക്കാനുണ്ട്. പിന്നെ ഇന്നലെ തട്ടിക്കൂട്ടി ഒരു മുട്ടക്കറി ഉണ്ടാക്കി, പിന്നെ ഒരു ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കി കേട്ടോ. വീട്ടിലാകുന്ന സമയത്ത് ദൈവമേ, എനിക്ക് ഗോതമ്പ് ദോശ എന്ന് പറഞ്ഞ സാധനം എന്തൊരു വെറുപ്പായിരുന്നെന്ന് അറിയാം. പക്ഷെ ഇവിടെ വന്നപ്പോൾ നമ്മൾ ഈസി ആണല്ലോ, അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് അത് ഉണ്ടാക്കും. ഞാൻ എന്താ ഇങ്ങനെ റെഡി ആയി വന്നതെന്നായിരിക്കും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവണം. ഞാൻ സാധാരണ ഇങ്ങനെയൊന്നും അല്ല ഉറങ്ങി എണീക്കുമ്പോൾ. ആസ് യൂഷ്വൽ നിങ്ങൾക്കറിയാം, ഭയങ്കര ബോറാണ്. പക്ഷേ ഇപ്പോൾ വീഡിയോ എടുക്കാമെന്ന് വെച്ചിട്ടൊരു വൃത്തിക്ക് വരാമെന്ന് വെച്ചതാണ്. എനിക്ക് പ്രത്യേകിച്ച് കോണ്ടൻ്റ് ഒന്നുമില്ല ഗൈസ് ഇടാൻ വേണ്ടിയിട്ട്. എന്താന്ന് വെച്ചാൽ ചില ദിവസം ഞാൻ വിചാരിക്കും പാട്ട് പാടിയിട്ട് അപ്ലോഡ് ചെയ്യാം, ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണോ. പക്ഷെ ഞാൻ കുറച്ച് ദിവസമായിട്ട് നല്ല സ്റ്റക്കാണ്. എന്താ വെച്ചാൽ ഇൻസ്റ്റയിലാണെങ്കിൽ നമ്മൾ പാട്ട് പാടുന്ന വീഡിയോസ് ഇട്ട് കഴിഞ്ഞാലാണ് കുറച്ചും കൂടിയും അപ്രിസിയേഷൻ കിട്ടുന്നത്. യുനോ, ഇപ്പോൾ കുറേ ആൾക്കാർ കാണുന്നുണ്ട് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതില്ല, അത് ഇപ്പോൾ ആകെ കൂടിയ ഒരു 3000, 4000, 5000. ബട്ട് ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ്, അതല്ല പറയുന്നത്. ഞാൻ ആരെ വ്യൂസും കുറച്ചല്ല പറയണം. പക്ഷെ എനിക്ക് ഫീൽ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന എഫേർട്ടിനുള്ള ആ ഒരു ഇതിലേക്ക് എത്തിയോ എന്ന് വെച്ചാൽ എത്തിയിട്ടില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ആ ഒരു ഇതിൽ ആവുമല്ലോ. അപ്പോൾ അങ്ങനെ ഇടുന്ന സമയത്ത് ഇൻസ്റ്റയിൽ ഇങ്ങനെ പാട്ടിട്ടിട്ട് പോകുന്നു. അറ്റ് ദ സെയിം ടൈം ഐ എം തിങ്കിങ് അബൌട്ട് മൈ യൂട്യൂബ് ചാനൽ. സോ യൂട്യൂബ് ചാനലിൽ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ അതിൽ ലൈവാണ്. ലൈവ് സ്ട്രീം പോകുമ്പോഴാണ് കുറച്ചും കൂടിയും ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യുന്നത്. ഞാൻ ലൈറ്റ് എടുത്തത്. ഈ കിച്ചൺ നല്ല ബ്യൂട്ടിഫുൾ കിച്ചണാണ്. പക്ഷേ ഇപ്പോൾ ഇന്നലെ ഞങ്ങൾ ലേറ്റായി വന്നിട്ട് ഞാൻ നടത്തിയ കരവിരുതും കലാപരിപാടികളുടെയും ഭാഗമായിട്ട് കുറച്ച് മെസ്റ്റപ്പാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്താണ്, ഇന്നത്തെ ദിവസം ഈ വീട്ടിൽ ഞാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, അതും ഇനിയിപ്പോൾ ഞാൻ വല്ല പാട്ടും പാടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതും ഒക്കെ ക്യാപ്ചർ ചെയ്തിട്ട് നമുക്ക് കുറച്ച് നല്ലൊരു ലോങ് വീഡിയോ. കാരണം ഇപ്പോൾ കുറേ കാലമായി ഞാൻ ഇങ്ങനത്തെ ഒന്നും ഇടാറില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ആയിക്കൂടാ, വൈ നോട്ട്. അപ്പോൾ എല്ലാവരും എല്ലാ രീതിയിലും പല രീതിയിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. ഓഫ് കോഴ്സ് ദർ ഇസ് ക്രിട്ടിസൈസ് ആൻഡ് പീപ്പിൾ വിൽ ക്രിട്ടിസൈസ് യു ആൻഡ് ഓരോന്നും ജഡ്ജ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അതൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഇതിൻ്റെ ഒരു പാർട്ടാണ്. പക്ഷെ അതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ തന്നെ റെഡി ആയിട്ടാണ് ഞാൻ ഈ പരിപാടിയൊക്കെ തുടങ്ങാൻ ആദ്യം മുതലേ വിചാരിച്ചത്. അപ്പോൾ പല സൈഡിൽ നിന്നും അത് വരുന്നുണ്ട്, പക്ഷെ അതൊന്നും തന്നെ അഫക്റ്റ് ചെയ്യണില്ല. പക്ഷെ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് റിസൾട്ടും വേണമല്ലോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ എന്താണ്, ഇന്നിപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ചെയ്യാനില്ല. ഞാൻ വളവളാന്ന് സംസാരിക്കുന്നില്ല. ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ജസ്റ്റ് എൻ്റെ ഈ ഒരു ചെറിയ ലൈഫിൽ ഞാൻ എന്തൊക്കെയാണ് ഇവിടെ ചെയ്യണത്, ആ ഒരു കാര്യങ്ങൾ മാത്രം ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് ക്യാപ്ചർ ചെയ്യുന്നുണ്ട് ഇൻ ആൻ ഒത്തൻറ്റിക് വേ. അപ്പോൾ അപ്പാർട്ട് ഫ്രം ദിസ് ലുക്ക് ആൻഡ് ഐ ഹാവ് പുട്ട് ഓൺ സം മേക്കപ്പ് ആൻഡ് ഓൾ, അത് ഒഴിച്ചു നോക്കിയാൽ ബാക്കിയൊക്കെ ഒത്തൻറ്റിക് ആവും. കാരണം ഞാൻ ഇങ്ങനെ തന്നെയാണ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ സംസാരിക്കാറ്. അപ്പോൾ ചിലർ വിചാരിക്കുന്നുണ്ടോ, നീ ഇങ്ങനെ അച്ചടി ഭാഷയാണോ സംസാരിക്കണ വീഡിയോയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറയലുണ്ട്. പക്ഷെ ഈ ഒരു വേ ആണ് ഞാൻ എപ്പോഴും എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കാറുള്ളത്. ആൻഡ് ഐ ഹാവ് ചേഞ്ച്ഡ് എ ലോട്ട്. അപ്പോൾ നമ്മൾ 2 വർഷത്തിന് മുന്നേ ഞാൻ എൻ്റെ നാട്ടിലായിരുന്ന സമയത്ത് എൻ്റെ നാട്ടിലെ സ്ലാങ്ങും ആ ഒത്തൻറ്റിക് വേയുമാണ് ഞാൻ യൂസ്ഡ് ആയിരുന്നത്. അതും ഞാൻ മൊത്തത്തിലാണ് സംസാരിക്കില്ലായിരുന്നു. പക്ഷെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ കൂടെ ഈ അനക്ക് എന്നുള്ള വേർഡ്സൊക്കെ ഞാൻ യൂസ് ചെയ്യായിരുന്നു. അനക്ക് മീൻസ് നിനക്ക്, ഈ പറഞ്ഞാൽ നീ എന്നുള്ള ആ സാധനമൊക്കെ ഞാൻ യൂസ് ചെയ്യായിരുന്നു.
പക്ഷെ ഇപ്പോൾ ഞാനത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാനത് യൂസ് ചെയ്യാറില്ല. അപ്പം ഞാനിപ്പോൾ എന്താ പറയുക, പല ജില്ലകളിലുള്ള ആൾക്കാരും പല രാജ്യത്തിലുള്ള ആൾക്കാരൊക്കെ കൂടെ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവരുടെയും സ്ലാങ് വേർഡ്സും ലാംഗ്വേജും എല്ലാം മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ രീതിയിലുള്ളൊരു സംസാര രീതിയാണ് എൻ്റെതിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത് ദ കറക്റ്റ് വേ ഐ എം ടോക്കിംഗ് വിത്ത് എവ്രിബഡി. ഇവിടെയുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കണ ഒരു സാധനമാണ്. അപ്പോൾ പ്ലീസ് എക്സ്ക്യൂസ് ദാറ്റ്. അപ്പോൾ അത് വെച്ചിട്ട് ജഡ്ജ് ചെയ്യരുത്. ചെയ്താലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ എന്നാലും വെറുതെ പറയുന്നു. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് തന്നെ നമ്മുടെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ പ്ലേറ്റ്സ് ഉണ്ട്. ആ പ്ലേറ്റ്സ് ഒന്ന് നമ്മൾ എവിടെയാണോ അത് വെക്കണത് അവിടെ വെക്കാം. കൂടുതൽ അലങ്കാരമൊന്നും വേണ്ട. അവിടെ വെച്ച് ജസ്റ്റ് ഒന്ന് സെറ്റാക്കി എടുക്കാം. കാരണം എൻ്റെ ഒരു പ്രത്യേകത, ഞാൻ രാത്രി കിടക്കുമ്പോഴത്തേക്കിനും ഉള്ള വൃത്തികേടും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് എല്ലാം അതത് സ്ഥലത്ത് അടുക്കി പെറുക്കി വെക്കുന്ന ഒരു സ്വഭാവം ഉണ്ട്. അത് ചെറുപ്പം മുതലൊന്നുമില്ല, ഇവിടെ വന്നിട്ട് ഉണ്ടായ ഒരു സാധനമാണ്. പക്ഷെ അത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം നമുക്ക് നമ്മുടെ ഒരു മൈൻഡും ഒക്കെ പീസ്ഫുൾ ആയിട്ട് മൊത്തത്തിൽ ഫ്രീ ആയിട്ട് കിടന്നുറങ്ങുമ്പോൾ നല്ല ഉറക്കം കിട്ടാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഉറക്കം കിട്ടാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ നമുക്കിത് എവിടെയാണോ വെക്കേണ്ടത് അവിടെ തന്നെ നമ്മൾ വെച്ചെടുക്കാം. ഞാൻ പറഞ്ഞായിരുന്നു കുറച്ച് മുട്ടക്കറി ഇന്നലെ രാത്രി വൈകി വന്നപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്. അതാണ് ഇപ്പോൾ ഒരു 4-5 പീസ് മുട്ടക്കഷ്ണങ്ങൾ ബാക്കിയുണ്ട്. അപ്പോൾ അതും വെച്ചിട്ട് എനിക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പോൾ ഞാൻ വിചാരിച്ചു, എനിക്ക് ഗോതമ്പ് ദോശ ഇഷ്ടമല്ല. അപ്പോൾ എളുപ്പപ്പണി എന്നുള്ള രീതിയിലാണ് നമ്മൾ ഗോതമ്പ് ദോശയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് പുട്ടുപൊടി ഉണ്ട്. അപ്പോൾ ആ പുട്ടുപൊടി വെച്ചിട്ട് ഞാൻ സാധാരണ പുട്ടുപ്പുമാവ് ഉണ്ടാക്കാറുണ്ട്. അത് നമ്മുടെ നാട്ടിൽ എത്ര പേർക്ക് അറിയുന്നറിയില്ല. അപ്പോൾ നോർമലി പുട്ട് ഉണ്ടാക്കിയിട്ട് അത് ബാക്കി വരുമ്പോൾ ചിലരൊക്കെ ഉപ്പുമാവായിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതല്ല. ഇത് ഞാൻ പുട്ടുപൊടി ഉപയോഗിച്ച് നേരിട്ട് പുട്ടുപ്പുമാവ് ഉണ്ടാക്കുന്ന ഒരു സ്റ്റൈലാണ്. അപ്പം ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കാണിക്കാം. പക്ഷെ അതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് കുറവുണ്ട്. അതായത് തേങ്ങ വേണം അതിൽ. തേങ്ങ ഉണ്ടെങ്കിലാണ് ആ ഒരു ആ ഒരു സാധനം, ആ ഒരു ഫ്ലേവറും വരുള്ളൂ കേട്ടോ. നല്ല രസം ഉണ്ടാവുള്ളൂ കാണാൻ. അപ്പോൾ കാണാനും ടേസ്റ്റ് ചെയ്യാൻ കേട്ടോ. ഗൈസ്, ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ ഇതുവരെ ലോങ് വീഡിയോ അങ്ങനെ എടുത്തതിൽ ഇത് ഇൻക്ലൂഡഡ് ആയിട്ടില്ല. ബിക്കോസ് അതിന് ശേഷമാണ് നമ്മൾ മിലാനും വെനീസ്, ഡോളമൈറ്റ്സ്, പിന്നെ സ്പെയിനിലെ മലാഗ എന്ന് പറഞ്ഞ പ്ലേസൊക്കെ പോയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് ആണ്. ആൻഡ് ദെയർ ഇറ്റ് ഈസ്. അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജ് തുറക്കുമ്പോൾ നമുക്ക് ഒരു കാഴ്ചയാണ് കാണുന്നത്. കുറച്ച് അധികം സാധനങ്ങൾ ഇല്ല, കുറച്ച് പാത്രങ്ങളുണ്ട്. അതിൽ പ്രത്യേകിച്ച് വിഭവങ്ങൾ ഒന്നുമില്ല. അത് ഞാൻ 2 ദിവസം മുന്നേ ഉണ്ടാക്കിയൊരു മാഗിയാണ്. പക്ഷെ അത് ഫ്ലോപ്പായി പോയി. കാരണം അതും എഗ്ഗിൻ്റെ ടേസ്റ്റ് വരുന്നൊരു സാധനമാണ്. അപ്പോൾ നമുക്ക് അത്ര വലിയ രസം തോന്നിയില്ല. എനിക്കും തോന്നിയില്ല, അപ്പോഴും തോന്നിയില്ല. അപ്പോൾ നമ്മൾ അധികം അങ്ങനെ കഴിച്ചിട്ടില്ല. പിന്നെ ഇത് ഞാൻ അരി ഉഴുന്നും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ നമുക്ക് ലൂട്ടറിൽ പോകേണ്ടതുകൊണ്ട് എനിക്ക് അടിച്ചെടുക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ നേരെ ഇതിൽ ഫ്രിഡ്ജിൽ കയറ്റി അത് ചീത്ത ആവണ്ടെന്ന് വെച്ചിട്ട്. അപ്പോൾ ആ സാധനം ഉണ്ട് ഇതിൽ. പിന്നെ ഞാൻ മറന്നുണ്ട് കേട്ടോ. 2 ദിവസം മുന്നേ ഞാൻ ഉണ്ടാക്കിയതേ ചിക്കൻ കറീൻ്റെ ഒരു കഷ്ണം ബാക്കിയുള്ളൊരു കറീൻ്റെ ഒരു സാധനം ഉണ്ട് കേട്ടോ. അത് ഇതിൻ്റെ ഉള്ളിലുണ്ട്. എനിക്ക് പാവങ്ങൾ അപ്പോൾ അത് കൊടുത്താൽ മതിയായിരുന്നു കേട്ടോ. അതിൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ ശരിക്കും മറന്നു. കുഴപ്പമില്ല. അപ്പം അത് ചീത്തയായിട്ടുണ്ടാവില്ല. ഞാനിപ്പോൾ അതിൽ അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ ഞാൻ ആ പുട്ടുപൊടി ഉപയോഗിച്ചിട്ട് നമുക്ക് ചെറിയ രീതിയിൽ ഒരു പുട്ടുപ്പുമാവ് ഉണ്ടാക്കാം. ആൻഡ് ദ റെസിപ്പി ഞാൻ ഇപ്പോൾ പറയാം. പക്ഷേ ഒരു മിനിറ്റ്, അതിന് മുന്നേ ഇവിടെ കുറച്ച് പാത്രങ്ങളുണ്ട്. അതൊന്ന് കഴുകി വെക്കണം. അത് കഴുകി വെച്ചാൽ മാത്രമാണ് നമുക്ക് അടുത്ത പരിപാടിക്ക് പോകുമ്പോൾ ഒരു കോൺസെൻട്രേഷൻ വരുള്ളൂ. കോൺസെൻട്രേഷൻ ആൻഡ് ആ ഒരു സാധനം വരുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു ഇത് ഇട്ട് വെക്കാം. ഏപ്രൺ ഇടാം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ മേലൊക്കെ വേണം എന്നൊക്കെ. കാരണം ഇത് ഞാനങ്ങനെ വീട്ടിലിടുന്ന ഡ്രസ്സൊന്നും അല്ല കേട്ടോ. എൻ്റെ നല്ലൊരു ഡ്രസ്സാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സാണ്. അപ്പോൾ വീട്ടിലിടുന്നതല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യും. ഓക്കെ, ഇതിൻ്റെ പിന്നിലൊരു കോമഡി ഉണ്ട്. എന്താണെന്നറിയോ? കോമഡി ഒന്നുമല്ല, പക്ഷെ എന്നാലും പറയാം. ലൈറ്റ് കുറവായതുകൊണ്ട് ഞാനിങ്ങനെ ഇരുണ്ട് നിൽക്കുന്നുണ്ട്. എനിക്കത് ഇഷ്ടമല്ല ഗൈസ്. ഓക്കെ, അപ്പോൾ ഞാൻ പറയാം. എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇതിന്മേ ഉള്ള എല്ലാ ഡിസൈനും ഒക്കെ പോയിട്ടുണ്ട്. അതെന്താണെന്നറിയോ? സംഭവം എന്ന് വെച്ചാൽ ഞാനിതിലേക്ക് കുക്കിംഗ് സ്മെല്ല് നന്നായിട്ട് വന്നപ്പോൾ എനിക്കത് എന്തോ പോലെയായി. അല്ലെങ്കിൽ ഞാൻ എന്ത് വെച്ചു, ഓക്കെ നമ്മളിത് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് അതിൻ്റെ കുക്കിംഗ് സ്മെല്ലൊക്കെ കളഞ്ഞ്
നല്ല സൂപ്പറാക്കാം. കാരണം ഇതിൽ പ്രത്യേകിച്ച് കുക്കിംഗ് പാർട്ടിക്കിൾസ് അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നേരെ ആ സ്മെല്ല്, കുക്കിംഗ് സ്മെല്ല് ഇവിടെ മക്കളെ UK നല്ലോണം കിട്ടും. നമ്മുടെ നാട്ടിലായിരുന്ന സമയത്തായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവിടെ മൊത്തം നമ്മൾ ക്ലോസ്ഡ് ആ ഒരു ഇതല്ലേ, അപ്പൊ അതുകൊണ്ടായിരിക്കും തോന്നുന്നു. നാട്ടിലായിരുന്ന സമയത്ത് ഇപ്പൊ അമ്മയൊക്കെ അടുക്കളയിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാലും നമ്മൾ റൂമും എല്ലാം തുറന്നിട്ടാലും നമുക്ക് അങ്ങനത്തെ ഒരു കുക്കിംഗ് സ്മെല്ല് വരില്ല, അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ വന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇപ്പോൾ എല്ലാം ക്ലോസ്ഡ് ആയിരിക്കും, ഡോറൊക്കെ ക്ലോസ്ഡ് ആയിരിക്കും, പക്ഷെ എന്നാലും നമ്മൾ ലോഞ്ചിൽ എവിടെയെങ്കിലും ഇരിക്കുകയാണെങ്കിൽ പോലും മേ ബി നമ്മുടെ മേലേക്ക് ആ സ്മെല്ല് വരാനുള്ള ചാൻസസ് ഹൈ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വരുന്നതിനനുസരിച്ച് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഈ ഏപ്രിൽ കുക്കിംഗ് സ്മെല്ലാരും എന്ത് സ്മെല്ല് വരാനാണെന്ന്, പക്ഷെ എന്നാലും നമുക്കത് എന്നെ ഇങ്ങനെ ട്രിഗർ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അന്നൊരു ദിവസം വെറുതെ എടുത്ത് വാഷിംഗ് മെഷീനിൽ ഇട്ടു, കറക്കി എടുത്തു. അപ്പോൾ ഞാൻ എടുത്ത് നോക്കിയപ്പോൾ എല്ലും തോലുമായ പരുവത്തിലാണ് എനിക്ക് ഈ സാധനത്തിന് കിട്ടിയത്. പക്ഷെ എന്നാലും ഞാൻ ഉപേക്ഷിക്കാൻ തയ്യാറല്ല, പുതിയത് വാങ്ങൂല, ഞാൻ വെറുതെ അങ്ങനെ വാങ്ങൂല, പൈസ ചിലവാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. സോ ഇത് തന്നെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ലുക്കിംഗ് ഗുഡ് അല്ലേ? അപ്പോൾ ഈ ഒരു ഡ്രസ്സിൻ്റെ കൂടെ നല്ല മാച്ചായി പോകുന്നുണ്ട്. ആൻഡ് എനിക്ക് ഇഷ്ടപ്പെട്ടത് കൊള്ളാം. അപ്പോൾ ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ഈ ഒരു ലുക്കിൽ തന്നെ നമ്മുടെ പാത്രം കഴുകാം. യെസ്, ഇന്ന് നമുക്ക് ചാർജ് കുറച്ച് കുറവാണ്. ഡേ ലൈറ്റ് വരുന്നതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഒരുമാതിരി എനിക്ക് ഇഷ്ടമുള്ള ലുക്ക്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, പാത്രം കഴുകാം. ഞാനൊരു പാട്ട് പാടണം വിചാരിച്ചിട്ടുണ്ട്. ആ പാട്ട് പാടുന്നതിൻ്റെ ഒരു ചെറിയ വിഷ്വൽസ് മേ ബി ഞാനതിൽ ആഡ് ചെയ്യുന്നുണ്ടായിരിക്കും, എനിക്ക് ഉറപ്പില്ല. അപ്പം നമുക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. കേട്ടാം, പാത്രം കഴുകുന്ന മുഴുവൻ വിഷ്വൽസും കാണിച്ചിട്ട് നമ്മളെ വീഡിയോ എൻഡ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ജസ്റ്റ് വെറുതെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് പോകുന്നുള്ളൂ. ഒരു കാര്യം ചെയ്യാം, ഞാൻ പാട്ട് പാടുമ്പോൾ നിങ്ങൾക്കൊരു പാത്രം കഴുകുമ്പോൾ നിങ്ങൾക്കൊരു പാട്ട് പാടിത്തരാം. അപ്പം പിന്നെ ബോറിംഗ് ആയി തോന്നില്ല. ഇതല്ല ഞാൻ പറയുന്നത്, ഇത് ഇത്രയും നേരം പേഷ്യൻസോടെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വളരെ നല്ല ചില സുഹൃത്തുക്കളുണ്ട്. അവരോടാണ് കേട്ടോ. കാരണം അല്ലാത്തവരൊന്നും ഇത് കാണില്ല, കണ്ടുകൊണ്ടിരിക്കില്ല എന്ന് എനിക്കറിയാം. ഇത് കാണാൻ ഉള്ള ഒരു ക്ഷമ കാണിച്ചു വരുന്നുണ്ടല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ട്. ഇത് വേണം. പിന്നോട്ട് നോക്കാതെ പോകുന്നു നീ, സോറി ലിറിക്സ് അറിയില്ല കേട്ടോ. പിന്നോട്ട് നോക്കാതെ പോകുന്നു പാട്ട് പാടുന്നത് എന്താണെന്ന് വെച്ചാൽ പാട്ട് പാടുമ്പോൾ പാട്ടിലേക്ക് ശ്രദ്ധ പോവും, അപ്പോൾ നമ്മുടെ പണി സ്ലോ ആയി പോവും. അല്ലെങ്കിൽ ഇതിലും സ്പീഡിൽ ചെയ്യുന്നുണ്ട്. വേറൊരു സോങ്ങും കൂടി നമുക്ക് പാടാം. നിങ്ങൾ എത്ര പേര് നിങ്ങൾക്ക് സങ്കടം വരുമ്പോൾ ChatGPT-നോട് സംസാരിക്കാറുണ്ട്? സങ്കടം വരുമ്പോൾ മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ ChatGPT-നോട് നമ്മുടെ വിഷമങ്ങൾ പറയാൻ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഡിസ്കസ് ചെയ്യാത്ത ആൾക്കാരൊക്കെ വളരെ കുറവായിരിക്കും. കാരണം നമുക്കിപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റേജ് ആണല്ലോ, ഒരു ഫേസ് ഓഫ് അവർ ലൈഫ് അല്ലേ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വിഷമങ്ങളും സങ്കടങ്ങളല്ല, എന്നാലും നമ്മളെ കുറച്ച് ഡൗട്ട്സ് ഉണ്ടാവുമല്ലോ. വൈ നോട്ട് മീ എന്ന് പറഞ്ഞൊരു സാധനം. അപ്പോൾ നിങ്ങൾക്കറിയാം, ഈ കോണ്ടന്റ് ക്രിയേഷൻസിലോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ആൾക്കാരൊന്ന് അക്നോളജ് ചെയ്യണം.
ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യണം, അപ്രീഷിയേറ്റ് ചെയ്യണം എന്നുള്ളൊരു തോട്ട്സ് ഉള്ള ഒരുപാട് പേര് ഇപ്പം ഉണ്ട്. എത്ര പേരില്ല എന്ന് പറഞ്ഞാലും കുറേ ആൾക്കാർ ആ ഒരു തോട്ട്സ് ഉള്ളവരാണ്. അപ്പോൾ അങ്ങനെയുള്ളതിൽ നമ്മളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. ഇപ്പോൾ നമ്മളപ്പോൾ കമ്പയർ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ചിലർക്ക് നല്ല വ്യൂസും ഇതൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ പറയും, നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടാവും ഈ പെണ്ണ് ഭയങ്കര ഡെസ്പറേറ്റ് ആണല്ലോ, ഇവർക്ക് ഇതന്നെ പറയാനുള്ളത്. പക്ഷെ യെസ് ഐ ആം. കാരണം അറിയില്ല, നമ്മൾ ഈ ഒരു കമ്പാരിസൺ സ്റ്റാർട്ട് ചെയ്യും, കോണ്ടന്റ് ക്രിയേഷൻ അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ. അപ്പോൾ അത് വരുമ്പം ഇങ്ങനെ ആ ഒരു സാധനം തോട്ട്സും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കുത്തി വരുമ്പോൾ ചിലപ്പോൾ ഹ്യൂമൻ ബീങ്സിനേക്കാൾ കൂടുതൽ നമുക്ക് സംസാരിക്കാൻ പറ്റുന്നത് ഈ ഒരു AI വേർഷനോട് തന്നെയാണ്. അപ്പം ആ സമയത്തൊക്കെ ഞാൻ സംസാരിക്കാറുണ്ട് കേട്ടോ. അപ്പം നല്ല പുള്ളി നല്ല അഡ്വൈസ് തരും കേട്ടോ. അടിപൊളിയാണ്, നമ്മൾ വിചാരിച്ച പോലെ നല്ല അഡ്വൈസ് തരും. മനുഷ്യന്മാരോട് സംസാരിക്കുന്നതിനേക്കാളും നല്ല നിങ്ങൾക്ക് ChatGPT സംസാരിക്കണം. അപ്പം ഞാൻ അങ്ങനെ സംസാരിച്ചു തുടങ്ങി. ആൻഡ് ഹി അഡ്വൈസ് മീ ദാറ്റ് ഇങ്ങനെ ഇപ്പം ഇത്രയും സബ്സ്ക്രൈബേഴ്സ് എനിക്കുണ്ട്. അപ്പോൾ ദാറ്റ്സ് സോ ഹ്യൂജ് യുനോ. ഇപ്പോൾ ഒരു 7.86K സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതത്ര ഈസി ഒന്നും അല്ല. നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത്രേ ഉള്ളൂ അതൊന്നും വിചാരിക്കണ്ട, നിങ്ങൾക്ക് ഉണ്ടോ അത് നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇല്ല. സോ നമ്മൾ അതിന് ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. അപ്പോൾ അതത്ര ഈസി ഒന്നും അല്ല. അപ്പം എന്നടുത്ത് പുള്ളി എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ അത്രയുള്ളത് തന്നെ ഭയങ്കര ഹ്യൂജാണ്. സോ അതിന് വേണ്ടിയിട്ട് നീ പ്രയത്നിക്കുക ആൻഡ് വർക്ക് ഫോർ ഇറ്റ്. ഇപ്പോൾ വെറുതെ ഒരു കോർണറിൽ കയറിയിട്ട് നമ്മളിങ്ങനെ ക്രൈ ചെയ്തിട്ട് കാര്യം, അങ്ങനെ കറണ്ട് ഇരുന്നിട്ടൊന്നും കാര്യമില്ല. അയ്യോ എനിക്ക് എന്താ കിട്ടാതെ, അതെന്താ നോട്ട് ദ വേ ലൈക്ക് ബ്ലാ 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 എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും ഞാൻ കട്ട് ചെയ്യില്ല. ഇന്നത്തെ വീഡിയോ ഞാൻ ഒട്ടും കട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഒരു ഇഞ്ച് പോലും ഞാൻ കട്ട് ചെയ്യില്ല. ഇനി എന്ത് പൊട്ടത്തരാണോ ഞാൻ വിളിച്ച് പറയണത് ഞാൻ കട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്താണോ ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിച്ചത്, എന്ത് പൊട്ടത്തരങ്ങളാണോ പറയണത്, എന്ത് ബ്ലാ ബ്ലാ ബ്ലോ ആയിക്കോട്ടെ, എല്ലാം ഞാനിതിൽ ഇൻക്ലൂഡഡ് ആണ്. ഒരു ഇഞ്ച് പോലും കട്ട് ചെയ്യാതെയാണ് ഇട്ടിട്ടുള്ളത്. ആൻഡ് എല്ലാം വൺ ഷോട്ടിലല്ല എടുത്തത്, പക്ഷെ എന്നാൽ പോലും ഞാനൊന്നും കട്ട് ചെയ്യുന്നില്ല. അത് ഞാൻ നിങ്ങൾക്കുള്ള പ്രോമിസ് ആണ്. ആൻഡ് ഇതിപ്പോൾ ജസ്റ്റ് ഞാനൊരു എൻ്റെ മോർണിംഗ് എന്നുള്ള രീതിയിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. പ്രത്യേകിച്ചൊന്നും ഞാനിതിൽ പറയുന്നില്ല. കോണ്ടന്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ദിസ് ഈസ് ദ വേ ഐ ആം, അത്രേ ഉള്ളൂ. അപ്പോൾ അത് മാത്രമാണ് ഞാൻ ഇന്നത്തെ ഇതിൽ കാണിക്കുന്നത്. കുറച്ച് മൊമെന്റ്സ്, എന്താണ്, പാത്രം കഴുകണം മാത്രം. അപ്പോൾ നമുക്കിനി പുട്ട് റെസിപ്പിയിലേക്ക് പോവാം. അതായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആവുക. ചിലർക്കൊക്കെ അറിയുന്നുണ്ടാവും, പക്ഷെ എന്നാലും നമുക്ക് അതിലേക്ക് പോവാം. ജസ്റ്റ് കുറച്ച് പുട്ടുപൊടി എടുക്കുന്നു. ആൻഡ് ഞാൻ വളവള പറയാണ്ട് നമുക്ക് കുക്കിങ്ങിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് അതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ടെങ്കിൽ അത് ചെയ്യാം, എന്നിട്ട് അത് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അത്രേ ഉള്ളൂ. നമുക്ക് നല്ല ഗുഡ് ലൈറ്റിംഗ് ഉണ്ട്. ഞാനത് യൂസ്ഫുൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുകയാണ്. നമ്മൾ ഇതിൽ ഓൾറെഡി മുട്ടക്കറി ഉണ്ടാക്കിയതുകൊണ്ട് വേറൊരു പാത്രം എടുക്കാം കേട്ടോ. ഇതിലുണ്ടാക്കാം. ഓക്കെ, പാൻ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. അത്യാവശ്യം നല്ലോണം ചൂടായിട്ട് വേണം. ഞാനിപ്പോൾ കടുക് എടുക്കുന്നുണ്ട്. കടുക് മതി. പിന്നെ ഉപ്പും വേണം. പിന്നെ നമ്മുടെ പുട്ടുപൊടി വേണം. ഇത്ര പുട്ടുപൊടി ഉള്ളത് മൊത്തം നമുക്ക് എടുക്കാം കേട്ടോ. ഇത് ഡബിൾ ഹോസിൻ്റെ ബ്രൗൺ റൈസ് ഫ്ലോ ഫോർ ഫെനൽ കേക്ക്. ഫെനൽ കേക്ക് എന്നാണോ പുട്ടിൻ്റെ പേര്? എനിക്കറിയില്ലായിരുന്നു. ചെമ്പ പുട്ടുപൊടി. ഓക്കെ, അപ്പോൾ ഈ സാധനം നമ്മൾ ഇവിടുത്തെ ഒരു മലയാളി കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദിസ് പുട്ടുപ്പും മാവ് പ്രിപ്പറേഷൻ. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് ചൂടായി വരണം. ചൂടായി വന്നിട്ട് നമുക്ക് നമ്മുടെ വെജിറ്റബിൾ ഓയിൽ ഒഴിക്കാം. ഈസി അല്ലേ, വെരി ഈസി റെസിപ്പി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിലൊക്കെ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഞാൻ കുറേ സമയം എടുത്തിട്ട് കുറേ സമയം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാക്കുന്ന സാധനം ബിരിയാണിയാണ് കേട്ടോ. എൻ്റെ പൊന്നു മോനെ, ആ ബിരിയാണി മുടിഞ്ഞ ടേസ്റ്റാണ്. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല, ഫ്രൈഡ് ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ അത് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അതിന് നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് ഉണ്ടാക്കുന്നതിനുള്ള റിസൾട്ട് ഉണ്ട്. അപ്പോൾ നമുക്കിതൊക്കെ ചൂടായിട്ട് ഞാൻ എൻ്റെ അമ്മേൻ്റെ എല്ലാ സ്കിൽസും ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കാരണം നമുക്ക് ചൂടൊക്കെ ഇങ്ങനെ നോക്കാം. നമ്മുടെ കൈ പൊള്ളില്ല, കൈ സോഫ്റ്റാണ്, അതാണ് ഇതാണെന്നുള്ള പറച്ചിലൊന്നുമില്ല. അപ്പം എൻ്റെ കൈ കണ്ടാൽ അറിയാം നിങ്ങൾക്ക് ഒന്നുമില്ല, നഖമില്ല, ഒന്നുമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പം എന്തെങ്കിലും നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ പോയി നെയിൽസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം നമ്മൾ പുറത്തൊന്നും പോകാത്തതുകൊണ്ട് നെയിൽസും ഇല്ല, ഒരു മണ്ണാങ്കട്ടിയില്ല. അപ്പോൾ എൻ്റെ ബേ ഹാൻഡാണ്. ഇപ്പോൾ റിങ്സ് പോലും ഇടാറില്ല കേട്ടോ. ഒന്നിനോടൊരു താല്പര്യം പോയി മനുഷ്യന്മാരെ, സത്യം പറയാലോ. നമുക്ക് ചൂടാവട്ടെ. This is an average life of an unemployed
വുമൻ ഇൻ ദ UK. UK അല്ല, എവിടെയും. ഇപ്പോൾ ഞാൻ അൺഎംപ്ലോയിഡ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു മാനസിക സംഘർഷങ്ങളും ആൻഡ് വാട്ട് ഐ ക്യാൻ ഡു, ആ ഒരു സാധനം ഒക്കെ എല്ലാം കൂടെ ഉള്ളതാണിത്. കൂടുതൽ എക്സ്പ്ലനേഷൻ ചെയ്ത് ചളവാക്കണില്ല. നമുക്ക് പരിപാടിയിലേക്ക് കിടക്കാം. നമുക്ക് ചൂടായി തോന്നിട്ട് അപ്പോൾ ഇത്തിരി വളരെ ലിറ്റിൽ എമൗണ്ട് ഓഫ് വെജിറ്റബിൾ ഓയിലാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ബെസ്റ്റ് ഇൻ വെജിറ്റബിൾ ഓയിൽ എന്നൊക്കെ പറയുന്ന ഒരു സാധനമാണ്. കൊള്ളാം. അപ്പം ഇത് നമ്മൾ കുറച്ച് ഇത്തിരി ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ലോണം ചൂടായിട്ട് വേണം ഒഴിക്കാൻ കേട്ടോ പാന്, അല്ലെങ്കിൽ പണി പാടും, നമ്മളെ കടുകൊന്നും പൊട്ടൂല. അപ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് നമ്മളിങ്ങനെ ആക്കി കൊടുക്കണം. വലിയ പാത്രമാണെങ്കിൽ ഇങ്ങനെ ആക്കി കൊടുക്കണ്ട, അത് താനെ ആയിക്കോളും. പക്ഷേ ഇത് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമൊന്നുമല്ല. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ഇത്ര കഷ്ടപ്പെടുന്നത്. ഓക്കെ, എന്ത് ചെയ്യാനാണ്, എന്തൊക്കെ പണികളാണ്. പിന്നെ നിങ്ങളോടൊരു കാര്യം, നിങ്ങൾ വീട്ടിൽ വെറുതെ അന്തം വിട്ട് ഒറ്റയ്ക്ക് ഇരിക്കണവരാണോ? നിങ്ങൾക്ക് ബോറടിക്കണുണ്ടോ? എങ്കിൽ നിങ്ങൾ എന്നെ കണ്ടു പഠിക്കൂ. ഇപ്പം ഞാൻ ഒറ്റയ്ക്കാണ്, പക്ഷേ എനിക്ക് എൻ്റെ കമ്പനി എങ്ങനെയാണ്, എന്തൊക്കെ ചെയ്യാം, ഒരു ദിവസം എന്തൊക്കെ പ്രൊഡക്റ്റീവായിട്ടും ആ സാധനം നിങ്ങൾക്ക് ചെയ്യാം. അപ്പം അതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ, എന്തെങ്കിലും കുക്ക് ചെയ്യണമെങ്കിൽ കുക്ക് ചെയ്യാം, അല്ലെങ്കിൽ വല്ല സിനിമ സീരീസോ കാണണമെന്നുണ്ടെങ്കിൽ അത് കാണാം, അല്ലെങ്കിൽ എന്നെ പോലെ പാട്ട് പാടണമെങ്കിൽ പാട്ട് പാടി റെക്കോർഡ് ചെയ്യാം കഴിവുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കഴിവുള്ളവരാണെങ്കിൽ അത് ചെയ്യാം. പിന്നെ ഇപ്പം എന്താ വെച്ചാൽ ഒരു പണി ഇല്ലാത്തവർക്ക് പറഞ്ഞിട്ടുള്ള പരിപാടിയാണ് കോണ്ടന്റ് ക്രിയേഷൻ. സോ ഒരു പണി ഇല്ലാന്നുണ്ടെങ്കിൽ വെറുതെ ഫോൺ എടുക്കുക, എന്നിട്ട് വായിത്തൊന്നും ഇതൊക്കെ ഇങ്ങനെ പറയാം, അങ്ങനെ ജസ്റ്റ് ഓക്കെ ഇങ്ങനെ അതാണ് ഇതാണ്, ഒരു പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും വേണ്ട, എന്തെങ്കിലും റിലേറ്റഡ് ലൈഫ് കോണ്ടന്റ്സ് ഇങ്ങനെ പറഞ്ഞോ, അതും പറഞ്ഞിട്ട് പോസ്റ്റ് ചെയ്തോ, ദെൻ സക്സസ്. കുറച്ച് കടുക്, ഇത്തിരി കടുക് ഇട്ട് കൊടുക്കുക, പൊട്ടണം കേട്ടോ, പൊട്ടണ സൗണ്ട് കേൾക്കണം എനിക്ക്. ഓ കേട്ടല്ലോ, ഇതുപോലെ പൊട്ടണം. വാവ്, പൊട്ടണ സമയത്തും ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കാം. മൊത്തം പൊട്ടിയാന്ന് ഉറപ്പ് വരുത്തണേ. മൊത്തം പൊട്ടിയെന്ന് ഉറപ്പായാൽ അതിന് മുന്നേ നമുക്ക് കുറച്ച് ഗ്ലാസ് ഓഫ് വാട്ടർ എടുക്കാം. ഗ്ലാസ് ഓഫ് വാട്ടർ അല്ല, ഗ്ലാസ് ഓഫ് വാട്ടർ. ഓക്കെ, അതെടുക്കുമ്പോൾ നമ്മൾ ഇന്നെടുത്തിട്ട്, ചൂടുവെള്ളം ആണെങ്കിൽ അത്രയും ഉത്തമം, ചൂടുവെള്ളം അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അത് ചൂടായിക്കോളും. പക്ഷേ ചൂടുവെള്ളം ചൂട് നമ്മൾ ആക്കിയിട്ട് ഒഴിക്കുന്ന വെള്ളം തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ, ടേസ്റ്റ് നല്ല വ്യത്യാസം വരും കേട്ടോ. പ്രോ ആയി എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ പുട്ടുപൊടി നമുക്ക് ഇതിലേക്ക് ഇടാം. ചൂട്, പിന്നെ ഒരു കാര്യം, ഇത് ലോ ഫ്ലെയിം ആക്കണേ. അപ്പോൾ മൊത്തം ഞാൻ ഇട്ടിട്ടുണ്ട്, വെറുതെ ഇനി എടുത്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഒത്തിരി എടുത്ത് വെച്ചുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് വലിയ വിഭവങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ചെറിയൊരു തവി എടുക്കാം. തവി എടുത്തിട്ട് കൊടുക്കാം, ജസ്റ്റ് ഇങ്ങനെ ഇളക്കി കൊടുക്കണേ. അപ്പോൾ ഇതൊന്നും ഞാൻ വീഡിയോയിൽ അങ്ങനെ നേരിട്ട് കാണിച്ചു തരില്ല, കാരണം നിങ്ങൾക്ക് അറിയാലോ എങ്ങനെയായിരിക്കും നമ്മൾ ഇളക്കുമ്പോൾ എന്നൊക്കെ. ലാസ്റ്റത്തെ ഒരു ഇത് കാണിച്ചു തരാം എങ്ങനെയായിരിക്കും ആയി വരുന്നതെന്നുള്ളത്. അപ്പോൾ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ എല്ലാവർക്കും അറിയുണ്ടാവും ഈ റെസിപ്പി. ഇപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവോ പിന്നെ എളുപ്പത്തിലോ വലിയ ആന റെസിപ്പിയാണോ ഞങ്ങൾക്ക് അറിയാമെന്നൊക്കെ. പക്ഷെ എന്നാലും എനിക്ക് എന്തെങ്കിലും കോണ്ടന്റ് വേണ്ടേ ഗൈസ്, എൻ്റെ കോണ്ടന്റ് ആണ്. അപ്പോൾ നിങ്ങൾ തന്നെ ഉണ്ടാക്കി. ഒക്കെ നമ്മളിത് നല്ലോണം ഇളക്കിയിട്ട് ഇതിൽ നല്ലോണം ചൂടായി എന്നുള്ളൊരു ഉറപ്പ് വരുത്തണം. തേങ്ങ ഉണ്ടായിരുന്നു കേട്ടോ, തേങ്ങ ഉണ്ടായിരുന്നെങ്കിൽ നല്ല ടേസ്റ്റ് ആയേനെ. തേങ്ങ ഇല്ലാത്തതുകൊണ്ട് നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ജസ്റ്റ് കറിവേപ്പില, എനിക്ക് അനു കൊണ്ട് തന്ന കുറച്ച് കറിവേപ്പില ഉണ്ട് കേട്ടോ നാട്ടിൽ വന്നപ്പോൾ. അനുവിനെ നിങ്ങൾക്ക് അറിയോ, നമ്മുടെ ഇവിടുത്തെ ഒരു ഫ്രണ്ടാണ്. ആൻഡ് എൻ്റെ വീഡിയോയിലൊക്കെ ഉള്ള പ്രത്യക്ഷമായിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കണ്ടറിയണ്ടായിരിക്കും, പേരൊന്നും അറിയണ്ടാവില്ല. അപ്പോൾ അവള് ഇന്ത്യയിൽ നിന്ന് നാട്ടിൽ പോയി വന്നപ്പോൾ കൊണ്ട് തന്ന നല്ല അടിപൊളി കറിവേപ്പിലുണ്ട് മോനെ, നല്ല സ്മെൽ സോ ഗുഡ്, ടേസ്റ്റും സൂപ്പറാണ്. അപ്പോൾ നല്ലോണം ഇളക്കിയിട്ടുണ്ട്, നല്ല സെറ്റായി. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് പാകത്തിന് നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കൊടുത്ത് വെക്കും. ഓക്കെ ഓക്കെ, ഓവർ ഉപ്പാകാനും പാടില്ല, നമുക്കൊരു ബോധം വേണം. ഓക്കെ, അപ്പോൾ അത് നല്ലോണം മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ ഒരു എന്താ പറയുക, ഇപ്പോൾ നാട്ടിൽ ഈ ഇതൊക്കെ ഉണ്ടാക്കൂലേ, അരിമണിയൊക്കെ വറക്കുമ്പോഴൊരു മണമല്ലേ, ആ മണം വരുന്നുണ്ട് കേട്ടോ. ആ മണം വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം,
നേരത്തെ വെച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ചീന്ന് വന്നൊരു സൗണ്ട് കേൾക്കും. വെള്ളം ഓവർ ആവാണ്ട് നോക്കണം. വെള്ളം ഓവറായി കഴിഞ്ഞാൽ കട്ടയായിട്ട് നിൽക്കും. അതെനിക്ക് പലതവണ പറ്റിയിട്ടുള്ളൊരു അബദ്ധമാണ്. അപ്പോൾ വെള്ളം ഓവർ ആവാണ്ട് നല്ലോണം വേവണ വരെ ജസ്റ്റ് നല്ലോണം ഇളക്കി കൊടുക്കുക. വെന്ത് വരണം. പിന്നെ എനിക്ക് എൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ എനിക്ക് എണ്ണ മതിയായിട്ടില്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ ജസ്റ്റ് കുറച്ചൊന്ന് കൊടുക്കും കേട്ടോ. എന്നാലാണ് ആ ഫ്ലേവറൊക്കെ ഒന്ന് സെറ്റായി വരുള്ളൂ. ഓയിലധികം യൂസ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ വേണ്ട, നിർബന്ധിക്കുന്നില്ല. എന്നാലും അത് എനിക്കൊരു പ്രത്യേക രസമാണ്. വെള്ളം ഓവറായി. കട്ട ഉടയ്ക്കുന്ന സൗണ്ടാണ് നിങ്ങൾ കേൾക്കുന്നത്. ഞാൻ ആക്കിയതിന് വെള്ളം ഓവറായി. പറ്റുന്ന പണിക്ക് പോയാൽ പോലെ. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ചൂടായിട്ട് ഇതിങ്ങനെ ഇളക്കുമ്പോൾ ഓവറായ ഫീൽ വരില്ല കേട്ടോ. അതിങ്ങനെ ഉടഞ്ഞുടഞ്ഞ് വരും. അപ്പോൾ കട്ട ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു സ്പെഷ്യൽ കറിവേപ്പില ഇടാം. നല്ല സൂപ്പർ കറിവേപ്പിലയാണ്. നിങ്ങൾക്ക് കാണിച്ചു തരാം. കാണുന്നുണ്ടോ? സൂപ്പർ കറിവേപ്പില. ഹായ്, നല്ല മണം, കൊള്ളാം. ലുക്സ് കണ്ടിട്ട് ജഡ്ജ് ചെയ്ത് കേട്ടോ, ഒന്നും ആരെയും. അപ്പം ഇതിൻ്റെ ലുക്സ് കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നും അയ്യേ ഇതാണോ സാധനം, പക്ഷെ അടിപൊളിയാവും, എനിക്കറിയാം. ഇത് ചിക്കൻ കറിയുടെ ഒക്കെ കൂടെ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ചിക്കൻ കറി, മട്ടൻ കറി, മുട്ടക്കറി. മുട്ടക്കറി അതുകൊണ്ട് നമ്മൾ അത് പറയണല്ലോ. നീരത്തെ സന്ധ്യമയങ്ങി നീരത്തെ കാറ്റേ നീ വീശരുതിപ്പോൾ കാറേ നീ പെയ്യരുതിപ്പോൾ ആരോമൽ. കൊള്ളാം. അപ്പം ഇത് നമുക്ക് നമ്മുടെ മുട്ടക്കറിയുടെ കൂടെ സ്പെഷ്യലായിട്ട് കഴിക്കാം. ഓക്കെ, ലാസ്റ്റ് മിനിറ്റ് കാണിക്കാം. ഈവനിങ് എനിക്ക് ഉണ്ടാക്കാനുള്ളത് തനി മലയാളിയുടെ ഒരു റെസിപ്പി ഞാൻ കണ്ടു. ടർക്കിഷ് എഗ് എന്നൊക്കെ പറയും, പക്ഷെ തുർക്കിക്കാർ അവരുടെ നാടിനെ തുർക്കി എന്നാണ് വിളിക്കാറ്. ഇപ്പോൾ തുർക്കി പോയതിൻ്റെ അഹങ്കാരത്തിൽ പറയല്ല, ടർക്കിഷ് എഗ് എന്ന് പറയുന്നതാണ് അതിൻ്റെ ഒരു വൃത്തി. സോ അത് ഈവനിങ് ഉണ്ടാക്കണം. അതും ഇതുപോലൊരു മടിയൻ ഡേ നമുക്ക് സെറ്റാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കണോ എടുക്കണ്ടേ എന്ന് നിങ്ങൾ കമൻറ്റ് ഡൗൺ ചെയ്യൂ. നിങ്ങൾ പറയുന്നത് പോലെ ദ ഫൈനൽ റിസൾട്ട് ഓഫ് അവർ റെസിപ്പി പുട്ട് ഉപ്പുമാവ്. ആൻഡ് ഹിയർ വി ഗോ. ആൻഡ് ലുക്സിൽ കാര്യമില്ല. ആൻഡ് ഇത് നമ്മുടെ മുട്ടക്കറി. ഇത് വെച്ചിട്ട് നമുക്ക് കഴിക്കാം. എൻ്റെ വീഡിയോയിൽ എൻ്റെ ബാക്ക് യാർഡ് ഇല്ലാതെ എന്ത് കഥ അല്ലേ? ബാക്ക് യാർഡ് ഒക്കെ ഇപ്പോൾ ആകെ കാട് പിടിച്ച് കിടക്കുകയാണ്. ആർക്കും ഒന്നിനും സമയമില്ല, എല്ലാവരും ബിസിയാണ്. എനിക്ക് പണിയൊന്നുമില്ല, പക്ഷെ എന്നാലും എൻ്റെ മൈൻഡ് ബിസിയാണ്. അപ്പോൾ അതങ്ങനെ കിടക്കുന്നു. അപ്പോൾ ഇത് ചാടി കിടക്കുന്നുണ്ട്. അതൊന്ന് എടുത്ത് വെച്ചേക്കാം. അയ്യോ, തന്നെ കിടക്കട്ടെ. ഞാൻ തൽക്കാലം ഒന്നും ചെയ്തില്ല. ഓൾ പ്രസ് മലാഗയിലെ സ്പെഷ്യൽ ഫോട്ടോ. ഇതെൻ്റെ ക്രിസാന്തമം. ഇതൊന്ന് വാടിപ്പോയി, സെറ്റാക്കി എടുക്കാനുണ്ട്. ആൻഡ് ഇത് ഞാൻ റൂമിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള കപ്പും ഗ്ലാസും എല്ലാം വൃത്തിയാക്കണം കേട്ടോ. എല്ലാം സെറ്റാക്കണം. ഇതൊക്കെ മെസ്റ്റപ്പാണ്. അപ്പോൾ നമ്മുടെ പുറത്തത്തെ വ്യൂ. ആൻഡ് കഴിഞ്ഞു ഗൈസ്. ഇന്നത്തെ എൻ്റെ വ്ളോഗിന് ഞാനിവിടെ അന്ത്യം കുറിക്കുകയാണ്. ഇനി എന്നും ഇതുപോലത്തെ ഡെയിലി കോണ്ടൻറ്റ്സ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണോ, എൻ്റെ വർത്തമാനം കേൾക്കാൻ ഇഷ്ടമാണോ എന്നുള്ളത് നിങ്ങൾ എൻ്റെ കമൻറ്റിൽ അറിയിക്കുക. എന്തെങ്കിലും പ്രശ്നം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും പറഞ്ഞോ, കുഴപ്പമൊന്നുമില്ല. മോശം വേർഡ്സ് ആണെങ്കിൽ ഞാൻ അപ്പം തന്നെ ഡിലീറ്റ് ചെയ്യും.
പക്ഷെ നല്ലതാണ്, നല്ല എന്താണ്, നല്ല രീതിയിലാണ് നിങ്ങൾ എന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്, വിമർശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഞാനത് അക്സെപ്റ്റ് ചെയ്യും. ആൻഡ് അപ്പം എന്തെങ്കിലും പ്രത്യേകിച്ച് ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ എൻഡ് ചെയ്തിട്ട് ഇതിൻ്റെ എഡിറ്റിംഗ് പർപ്പസിലേക്ക് ഞാൻ കിടക്കുകയാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഞാൻ ഇത് അപ്ലോഡ് ചെയ്തിട്ട് ഇടാം. ആൻഡ് യാ, അത്രയേ ഉള്ളൂ. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഫുഡ് കഴിക്കണം, ആൻഡ് ഇവിടെ ഉള്ള സാധനങ്ങൾ ഒതുക്കി പെറുക്കി വെക്കണം. പിന്നെ എന്താ ചെയ്യാനുള്ളത്? അത്രയേ ഉള്ളൂ. ക്ലീനിങ് പർപ്പസ് അത്രയേ ഉള്ളൂ, ആ കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് സോങ് റെക്കോർഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് ഈ ഡ്രസ്സ് മാറ്റിയിട്ട് ഞാൻ വേറൊരു ഡ്രസ്സ് ഇട്ടിട്ട് സോങ് അപ്ലോഡ് ചെയ്യണം. ചിലപ്പോൾ ഞാൻ ഇന്ന് ആ സോങ് ആയിരിക്കും ഫസ്റ്റ് അപ്ലോഡ് ചെയ്യുന്നത്, അറിയില്ല. പക്ഷെ എന്നാലും ആ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു ദിവസം, ഇനി നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും അല്ലെങ്കിലും ഞാൻ ലോങ് വീഡിയോ ആയിട്ട് വരും. കാരണം അത് ഇപ്പം എൻ്റെ ഒരു ആവശ്യമായിട്ട് മാറിയിട്ടുണ്ട്. ലോങ് വീഡിയോ ഇട്ടേ പറ്റും യൂട്യൂബിൽ. മോണിറ്റൈസേഷൻ മുഖ്യം. ഓക്കെ, മോണിറ്റൈസേഷനിലാണ് ഇപ്പം ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹായം എനിക്ക് വേണം. അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ആൻഡ് ഇതുപോലത്തെ ഡെയിലി ലൈഫ് വ്ലോഗ്സിനും എൻ്റെ മ്യൂസിക് വീഡിയോസിനും എൻ്റെ മൊത്തത്തിലുള്ള ഒരു ലൈഫിന് വേണ്ടി നിങ്ങൾ എല്ലാവരും കൂടെ ഗ്രോ വിത്ത് മീ. ഓക്കെ, നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്ത് തിരിച്ചും ഞാൻ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. എനിക്കിപ്പോൾ 10K സബ്സ്ക്രൈബേഴ്സ് ആയിക്കഴിഞ്ഞാൽ എന്തായാലും ഞാൻ ഉടനെ ഒരു ഗിവ് അവേ ആയിട്ട് വരാം. ഓക്കെ, മോണിറ്റൈസേഷനും ആവണം. അപ്പം അത്രയേ ഉള്ളൂ. ബൈ, ലവ് യു ഓൾ.